ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ കരാറിന് തയ്യാറാകാതിരുന്നപ്പോഴും തങ്ങൾ പകുതി സീറ്റിൽ സർക്കാർ ഫീസ് മാത്രം വാങ്ങി പ്രവേശനം നൽകിയിരുന്ന കാര്യം MES പ്രതിനിധികൾ യോഗത്തിൽ പറഞ്ഞു. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി ഉയർന്ന ഫീസിൽ കരാറുണ്ടാക്കിയ സർക്കാർ മുസ്ലിം മാനേജ്മെന്റുകളോട് സമാന കരാറിന് തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധം യോഗത്തിലുണ്ടായി. 50-50 അനുപാതത്തിൽ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്വാശ്രയ ഫീസ് നിശ്ചയിച്ചതിൽ സർക്കാർ വിവേചനം കാണിച്ചുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് പറഞ്ഞു. എല്ലാ മാനേജ്മെന്റിനോടും ഒരേ സമീപനം, അതേ സമയത്ത് 50-50 എന്നുള്ള അടിസ്ഥാന നിലപാടിന് വ്യത്യാസം വരുത്താൻ പാടില്ല. അതാണ് ലീഗ് നിലപാട്. മുസ്ലിം മാനേജ്മെന്റുകൾ ന്യൂനപക്ഷ പദവി ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ നടപടി തുടരുമെന്ന് യോഗശേഷം ന്യൂനപക്ഷ കമ്മീഷൻ അറിയിച്ചു. ഫീസിന്റെ കാര്യത്തിൽ വിവേചനമുണ്ടായെന്ന മുസ്ലിം സംഘടനകളുടെ പരാതി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും കമ്മീഷൻ തീരുമാനിച്ചു. ഇതൊരു വല്ലാത്ത വിടവാണ്, വല്ലാത്ത ചേരിതിരിവാണ്. ഓരോ ഇലയിൽ തന്നെ രണ്ട് സദ്യ വിളമ്പുന്ന മാതിരിയാണ്. രണ്ട് മാനേജ്മെന്റുകളോടും ഒരേ സമീപനമാണ് ഒരു മതേതര സർക്കാർ സ്വീകരിക്കേണ്ടത്. മുസ്ലിം മെഡിക്കൽ മാനേജ്മെന്റുകൾ വിദ്യാർത്ഥി പ്രവേശനത്തിൽ മെറിറ്റ് സീറ്റ് അട്ടിമറിച്ചു എന്ന പരാതി ന്യൂനപക്ഷ കമ്മീഷന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗം കമ്മീഷൻ വിളിച്ചത്. മീഡിയ 1 കോഴിക്കോട്.